ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കണ്ടൻറ്റ് ഒരുപാട് നാളായിട്ട് എല്ലാവരും എന്നോട് ചോദിക്കുന്നൊരു കാര്യമാണ് പേപ്പർ പ്രസൻറ്റേഷൻ. ചേച്ചി നന്നായിട്ട് പഠിക്കുന്നുണ്ട്, പക്ഷേ പേപ്പർ പ്രസൻറ്റ് ചെയ്യുന്നതുകൊണ്ടാണോ അറിയില്ല, മാർക്ക് കിട്ടുന്നില്ല, പാസ്സാവുന്നില്ല, അങ്ങനെയൊക്കെ പറയുന്നത്. അതുമാത്രമല്ല, നമ്മുടെ എക്സാം പേപ്പറിൻ്റെ ട്രെൻഡൊക്കെ മാറിയില്ലേ. അതായത് 3 മാർക്ക് 10 മാർക്കറിൻ്റെ സബ് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നു, 5 മാർക്കിന് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ വീഡിയോ ഇട്ടൊരു ടോപ്പിക്കാണല്ലേ സ്റ്റൈലോടെ പാരറ്റസ്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് വെച്ചിട്ട് എങ്ങനെ ഒരു 10 മാർക്ക് ക്വസ്റ്റ്യനായിട്ട്, ഒരു 5 മാർക്ക് ക്വസ്റ്റ്യനായിട്ടും, ഒരു 3 മാർക്ക് ക്വസ്റ്റ്യനായിട്ടും ഒരു ടോപ്പിക്കിനെ സ്പ്ലിറ്റാക്കി എഴുതാമെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റൈലോടെ പാരറ്റസിൻ്റെ ഫസ്റ്റ് നമ്മളിപ്പോൾ ചൗരസ്യമായിട്ട് നമ്മൾക്ക് കമ്പയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ചൗരസ്യ ടെക്സ്റ്റ് ബുക്കായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതാണ് ടെക്സ്റ്റ് ബുക്കിലെ ടോപ്പിക്ക്. അപ്പോൾ ഒരു പാരഗ്രാഫായിട്ട് തന്നിരിക്കുന്ന നമ്മളുടെ ഈ ടെക്സ്റ്റ് ബുക്കിലെ കണ്ടൻറ്റിനെ നമ്മൾ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്യാണ്. ഫസ്റ്റ് അവരെന്താ പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ അറ്റാച്ച്മെൻറ്റ് സ്ട്രക്ചേഴ്സും എല്ലാം കൂടെ ചേർന്നിട്ടാണ് സ്റ്റൈലോടെ പാരറ്റസ് എന്ന് പറഞ്ഞത്. സോ ഫസ്റ്റ് നമ്മൾ എന്ത് എഴുതി, ഇവിടെ ഡെഫിനിഷൻ എന്നുള്ളത് നോട്ട് ചെയ്തു. അപ്പോൾ എന്തെഴുതി, ഒരു ഹെഡിങ് ആയിട്ട് തന്നെ നമ്മൾ എന്തെഴുതി, ഡെഫിനിഷൻ എഴുതി. ഓക്കെ, എന്നിട്ട് അതൊരു പെൻ വെച്ചിട്ട് അണ്ടർലൈൻ ചെയ്തു. ഇതുപോലെ കളേഴ്സ് വെച്ച് മാർക്ക് ചെയ്തത് കേട്ടോ. അതായത് പ്രത്യേകം പേപ്പറിൽ പറയുന്നുണ്ട് നമുക്ക് ബോൾ പോയിൻറ്റ് പെന്നും പിന്നെ പെൻസിൽസ് വെച്ചിട്ട് അണ്ടർലൈൻ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ റെഡ് കളർ പെൻ വെച്ചിട്ട് അണ്ടർലൈൻ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. സോ അതെപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കണേ. സോ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു, നമ്മൾ ആ ഡെഫിനിഷൻ എന്നുള്ളത് അതുപോലെ തന്നെ എഴുതി, എന്നിട്ട് ഡെഫിനിഷൻ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി ഈ ഒരു സംഭവം വളരെ ഓപ്ഷണലാണ്, എല്ലാവരും എഴുതുന്നതല്ല, എങ്കിലും ഞാൻ പേഴ്സണലി എഴുതുന്നൊരു കാര്യമാണ് കോണ്ടൻറ്റ്സ്. അതായത് 10 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താണോ എഴുതാൻ പോകുന്നത് അതിൻ്റെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ, അതായത് ഇപ്പോൾ ഞാൻ കമ്പോണൻസിനെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്, ഒറിജിൻ, നെർവ് സപ്ലൈ, ഡയഗ്രംസ്. അപ്പോൾ അതെന്തൊക്കെയാണോ ഞാൻ എഴുതാൻ പോകുന്നത് അത് ജസ്റ്റ് ഒരു കണ്ടൻറ്റ് പോലെ എഴുതും. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ എഴുതി വരുമ്പോൾ എന്തൊക്കെ എഴുതണം എന്നുള്ളൊരു ഓർമ്മ ഉണ്ടാവും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പേഴ്സണലി ഇത് എഴുതാറ്. അടുത്തെന്ന് പറഞ്ഞാൽ കമ്പോണൻസ് ഓഫ് സ്റ്റൈലോടെ പാരറ്റസ്. നമുക്കറിയാം ചൗരസ്യ ടെക്സ്റ്റിൽ എങ്ങനെയാണ്, ഇതൊരു പാരഗ്രാഫ് വൈസ് ആയിട്ടല്ലേ കൊടുത്തിരിക്കുന്നത്. സോ നമ്മളപ്പോൾ അതിനെ സ്പ്ലിറ്റ് ചെയ്തു, എന്നിട്ട് കമ്പോണൻസ് എന്ന് പറഞ്ഞൊരു ഹെഡിങ്ങിൻ്റെ അണ്ടറിൽ എഴുതി. ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റൈലോഡ് പ്രോസസ്സും പിന്നെന്താ അതിലേക്കുള്ള അറ്റാച്ച്മെൻറ്റ്, മസിൽസിൻ്റെ 3 പേര് എഴുതി, ലിഗമെൻസിൻ്റെ 3 എഴുതി. ഇങ്ങനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കണ്ടൻറ്റ് എഴുതുന്നത്. ഓക്കെ, ഇതാണ് നെക്സ്റ്റ് ഭാഗം. അപ്പോൾ അതിനകത്ത് സെൻറ്റൻസ് ആയിട്ട് എഴുതിയിട്ടുണ്ട് അല്ലേ, അതിൻ്റെ ഒറിജിൻ ഇന്നൊരു ഭാഗത്തു നിന്നാണെന്ന്. സോ നമ്മളതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒറിജിൻ എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് എടുത്തു. എന്നിട്ട് അതിന് രണ്ടായിട്ട് എഴുതുക. അതായത് ഡെറിവേറ്റീവും അതിൻ്റെ എന്ത് സ്ട്രക്ചറാണ് അതിൽ നിന്ന് ഫോം ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ പാരഗ്രാഫ് വൈസ് ആയിട്ട് എഴുതിയതുകൊണ്ട് എക്സാമിനേഴ്സിന് ഇമ്പ്രസ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. സോ നമ്മൾ മാക്സിമം പോയിൻ്റ് വൈസ് ആയിട്ട് തന്നെ എഴുതാൻ നോക്കുക, അല്ലെങ്കിൽ ബോക്സസോ ഫ്ലോ ചാർട്ടോ ഒക്കെ ഇട്ട്. അപ്പോൾ നമ്മൾ ഈ പറയുന്നതല്ലാതെ എങ്ങനെ എഴുതേണ്ടതെന്നാലും പറഞ്ഞു തരാറില്ലല്ലോ. സോ ഇത് നിങ്ങൾക്കൊരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഫ്ലോ ചാർട്ട്സും ടാബുലാർ കോളായിട്ടൊക്കെ എഴുതുന്നത്. ഇതുണ്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു പാരഗ്രാഫായിട്ടുള്ളൊരു കണ്ടൻറ്റിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഡെറിവേറ്റീവും അതിൽ നിന്ന് ഫോം ചെയ്യുന്ന സ്ട്രക്ചേഴ്സും എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതി. പിന്നെ താഴോട്ട് എന്തെഴുതി, അതിൻ്റെ അറ്റാച്ച്മെൻറ്റ്സ് എഴുതി. പിന്നെ നമ്മുടെ മെയിൻ സംഭവം അല്ലേ, ഡയഗ്രാംസ്. ഓക്കെ, ഡയഗ്രത്തിൻ്റെ രീതിയിൽ നമ്മൾ എഴുതി. സോ ഇവിടെ 2 കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ ഡയഗ്രാം നിങ്ങൾക്ക് ആദ്യം വരയ്ക്കാം, ആദ്യം വരച്ചിട്ട് അതിനകത്തുനിന്ന് നിങ്ങൾക്ക് എന്തെഴുതാം, ബാക്കി കണ്ടൻസിലേക്ക് പോകാം. അല്ലെങ്കിൽ ഏറെക്കുറെ ഒരു മിഡിൽ പോർഷനായിട്ട് നമ്മൾ ഒരു ഡയഗ്രാം വരച്ചു. ഓക്കെ, ഇപ്പോൾ ഈ ഡയഗ്രാം ഇങ്ങനെ രണ്ടും സെയിം ഇതിൽ വരയ്ക്കണം എന്നില്ല, ഇതിൻ്റെ താഴെ നമുക്ക് അടുത്ത ഡയഗ്രാം വരയ്ക്കാം. പിന്നെ നിങ്ങൾക്കറിയാം ഈ ഒരു ഹൊറിസോണ്ടൽ ഫോർമാറ്റിൽ തന്നെയാണ് നമ്മുടെ എക്സാം പേപ്പറും വരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനൊരു ഫോർമാറ്റ് ചൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് സ്പേസ് യൂട്ടിലൈസ് ചെയ്ത് എങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഒരു ലൈനിൽ എന്തേലും എഴുതാം, അങ്ങനെയൊക്കെ നമുക്കൊരു ഐഡിയ ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഡയഗ്രാംസ് വരച്ചു. അതിന് ശേഷം നമ്മൾ എഴുതിയ ഇതൊരു 10 മാർക്കിൻ്റെ രീതിയിലാട്ടോ ഞാൻ പറഞ്ഞിരുന്നത്. 5 മാർക്കിലേക്ക് വരുമ്പോൾ ഇത്രയും വേണ്ട. പിന്നെ അടുത്ത നമുക്ക് അതിൻ്റെ അറ്റാച്ച്മെൻറ്റ്സ് എഴുതണം. സോ അറ്റാച്ച്മെൻറ്റ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ എഴുതാൻ പറ്റും. അപ്പോൾ ഈ അറ്റാച്ച്മെൻറ്റിന് മുമ്പ് ഡയഗ്രാം വരയ്ക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഡയഗ്രത്തിൽ നിന്ന് തന്നെ നമുക്ക് അറ്റാച്ച്മെൻറ്റ് എഴുതാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ സ്റ്റൈലോഡ് പ്രോസസ്സിനെ പറ്റിയാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമുക്ക് പിക്ചറിൽ നിന്ന് തന്നെ മനസ്സിലാവും അതൊരു ലോങ് ആണ്, സ്ലെൻഡർ ആണ് അല്ലേ, ആ ഒരു രീതിയിൽ നമുക്ക് മനസ്സിലാവും. അത് തന്നെയാണ് നമ്മൾ റിട്ടൺ പാർട്ടിൽ എഴുതുന്നത്. ലോങ് ആണ്, സ്ലെൻഡർ ആണ്, പോയിൻറ്റഡ് ബോണി പ്രോസസ്സാണ്,
പിന്നെന്താ നമ്മൾ പറയുന്നത്, പ്രൊജക്റ്റിംഗ് ഡൗൺവേർഡ്. അപ്പോൾ ഈ പടം നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു ബോണി പ്രോമിനൻ്റ് ആണ്, ഡൗൺവേർഡ് ആയിട്ടാണ് അത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ പടം വെച്ചിട്ട് തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ അറ്റാച്ച്മെൻറ്റ് ഫ്രെയിം ചെയ്ത് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇത് ഡിസെൻറ്റ് ബിറ്റ്വീൻ എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറി, അതും ആ പടത്തിൽ നമുക്ക് മനസ്സിലാവും അല്ലേ. അതായത് ഇത് എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറിയും പിന്നെ അപ്പുറത്ത് ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറി, അതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കായിട്ടാണ് ഈ സംഭവം വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് അറ്റാച്ച്മെൻറ്റ് എഴുതാൻ പറ്റും. ഓക്കെ, ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ഇതിൻ്റെ ഓരോരോ സ്ക്രീൻഷോട്ട്സ് കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോന്നും സബ് ഹെഡിങ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത്. ഓക്കെ, നമുക്ക് ഹെൽപ്ഫുള്ളാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ലാസ്റ്റ് അതിൻ്റെ ഫീച്ചേഴ്സ് പിന്നെ ഞാൻ പറയാണ്. ഇതിപ്പോൾ നമ്മളൊരു ഇത് ഞാനൊരു കൺസൈസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു 10 മാർക്കിൻ്റെ രീതിയിലാണ് ഇപ്പോൾ ജസ്റ്റ് സ്റ്റൈലോഡ് അപ്പാരറ്റസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇനിയെന്ന് പറഞ്ഞാൽ ഇതൊരു 5 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കിനാണ് ചോദിക്കുന്നെങ്കിൽ ഇത്രയും ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതാനുള്ള സമയം നമുക്ക് കാണത്തില്ല. സോ നമുക്ക് എന്ത് എഴുതാം, സ്റ്റൈലോഡ് അപ്പാരറ്റസ് എന്ന് എഴുതിയിട്ട് ഈ ഒരു ഫ്ലോ ചാർട്ടിൽ ഇതിങ്ങനെ എഴുതാൻ നമുക്ക് പറ്റത്തില്ല. സോ ഈ സ്റ്റൈലോഡ് പ്രോസസ്സ് എന്ന് എഴുതി ആരോ മാർക്ക് ഇട്ടിട്ട് മസിൽ, പിന്നെ ഇവിടുന്ന് ആരോ മാർക്ക് ഇട്ടിട്ട് ലിഗമെൻറ്റ്സ്. ഓക്കെ, അല്ലെങ്കിൽ കമ്പോണൻസിൻ്റെ അണ്ടറിൽ ഇങ്ങനെ 3 ഫ്ലോ ചാർട്ട് കൊടുത്തിട്ട് മസിൽസ്, സ്റ്റൈലോഡ് പ്രോസസ്സ്, ലിഗമെൻറ്റ്, മസിൽസിൻ്റെ താഴെ വീണ്ടും ഈ 3 എഴുതുക. അപ്പോൾ അങ്ങനെ ഒരു ഫ്ലോ ചാർട്ട് രൂപത്തിൽ നിങ്ങൾക്കിത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഏത് 5 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും കാര്യത്തിൽ. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ആ ഒരു കണ്ടൻസ് ഇല്ലേ, അപ്പോൾ അതിനെ കഴിഞ്ഞുകൊണ്ട്, അതായത് ഇത്രയും നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതുന്നതിന് പകരം ആ ഒരു ചെറിയ കൺസൈസായിട്ട് തന്നെ ആ ടോപ്പിക് എഴുതുമ്പോൾ 5 മാർക്കർ 3 മാർക്കർ രീതിയിലേക്ക് നിങ്ങൾക്കത് എഴുതാൻ പറ്റും. പിന്നെ ഈ അറ്റാച്ച്മെൻറ്റ്സ്, അതായത് ഡെഫിനിഷനും നമ്മൾ ആ പറഞ്ഞ ഈ ഒരു കൺസൈസും പിന്നെ ഡയഗ്രാമും പിന്നെ ജസ്റ്റ് ഒറിജിനും എഴുതുമ്പോൾ തന്നെ നമ്മുടെ 5 മാർക്ക് 3 മാർക്ക് ലെവലിലേക്ക്, 3 മാർക്ക് വരുമ്പോൾ വീണ്ടും ഷോർട്ടാക്കിയിട്ട് ഡെഫിനിഷനും ഡയഗ്രാംസും പിന്നെന്താ നമ്മളുടെ കമ്പോണൻസും ഒക്കെ മാത്രം എഴുതുമ്പോൾ തന്നെ 3 മാർക്കറിനുള്ള ആൻസറിൻ്റെ ആ ഒരു കോൺസ്റ്റുവൻ്റ് ആവും. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ നമ്മുടെ ആ ഒരു ടോട്ടൽ കണ്ടൻറ്റിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മളുടെ ആ ഒരു ബെസ്റ്റ് പേപ്പർ പ്രസൻറ്റേഷൻ രീതിയിലേക്ക് ആക്കുന്നത്. മനസ്സിലായി എന്ന് തോന്നുന്നു. സോ അതിൻ്റെ ലാസ്റ്റ് ഞാൻ സ്ക്രീൻഷോട്ട്സ് കൊടുത്തേക്കാം. എന്തെങ്കിലും ഫർദർ കമൻറ്റ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ലാരിറ്റി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.